രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് ഒരാഴ്ച പൂർത്തിയാവുകയാണ്. രാഹുലിനെതിരായ പുതിയ പരാതി സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. യുവതി മൊഴി നൽകിയാൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. ആയിഷത്തുൽ ഷംന ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഷംന, KPC കൈമാറിയ ഈ പരാതിയിൽ എവിടെയുള്ള ആളാണെന്നോ അതിന്റെ പേരോ ബാക്കി വേറെ ബോർഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് പോലീസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണോ? രണ്ടാമത്തെ കാര്യം, നോട്ട് ടു അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് കോടതി എവിടെയും പറയുന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഈ മണിക്കൂറും പോലീസിന് അറസ്റ്റ് ചെയ്യാം. രാഹുൽ എവിടെ എന്ന ഏതെങ്കിലും ഐഡിയ പോലീസിനുണ്ടോ ഷംന? ഹാഷ്മി, അത് തന്നെയാണ്. ഒരാഴ്ച പിന്നിടുമ്പോൾ രാഹുൽ അതിർത്തി കടന്നു അല്ലെങ്കിൽ സംസ്ഥാനം കടന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്, അന്വേഷണ സംഘമുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക, ബംഗളൂരു തുടങ്ങിയ മേഖലകളിലായിരുന്നു അന്വേഷണം ഊർജിതമാക്കിയിരുന്നത്. പക്ഷേ ഇന്നലെ കർണാടകയിലെ ബാഗല്ലൂരിൽ പോലീസ് എത്തുന്നു. അതിന് തൊട്ട് മുൻപാണ് രാഹുൽ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ഇന്നും പക്ഷേ ഈ മേഖലകളിൽ തന്നെ ഇവിടെ എവിടെയോ ചുറ്റിപ്പറ്റി രാഹുൽ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇവിടെ തന്നെയാണ് അന്വേഷണം ഇപ്പോഴും തുടരുന്നതും. 2 സംഘങ്ങളായാണ് അവിടെ അന്വേഷണം നടത്തുന്നത്. പാലക്കാട് നിന്ന് പോയ പ്രത്യേക അന്വേഷണ സംഘം, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി പാലക്കാട് എത്തിയ പ്രത്യേക അന്വേഷണ സംഘം, ഇങ്ങനെ 2 അന്വേഷണ സംഘങ്ങളും കൃത്യമായി അവിടെ സംഘമായി തിരിഞ്ഞാണ് ഇപ്പോൾ കർണാടക, ബാംഗ്ലൂർ മേഖലകളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കർണാടക പോലീസും സഹായത്തിനുണ്ട്. എന്തായാലും കോടതിയിൽ നിന്ന് ഒരു അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു നിലപാട് വരാത്തിടത്തോളം രാഹുലിനെ കണ്ടെത്തിയാൽ ഉടൻ അറസ്റ്റ് എന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഇത് രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാവും. അത് രാത്രി വൈകിയാണെങ്കിൽ പോലും അത്തരത്തിൽ ഒരു രാഹുലിനെ പിടികൂടാനുള്ള നീക്കം തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഒപ്പം തന്നെ രാഹുലിന്റെ സുഹൃത്തുക്കൾ, സ്റ്റാഫ് അംഗങ്ങൾ, ഈ ഫ്ളാറ്റിലെ കെയർ ടേക്കർ ഉൾപ്പെടെ, അതായത് CCTV ദൃശ്യങ്ങൾ ഫ്ളാറ്റിലെ കെയർ ടേക്കറുടെ സ്വാധീനത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നായിരുന്നു ഒരു നിഗമനമുണ്ടായിരുന്നത്. ഇയാൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. ഇവരെ ഉൾപ്പെടെ ഇനി വരും ദിവസങ്ങളിലും കൂടുതലായി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊന്നുള്ളത് രാഹുൽ രക്ഷപ്പെട്ട വഴിയാണ്. അതിൽ തന്നെ ഈ രാഹുലിന്റെ ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി തറക്കല്ലിടാൻ വേണ്ടി എത്തിയ ഒരു സിനിമാ താരത്തിന്റെ കാറിലാണ്, ചുവന്ന പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്നൊരു നിഗമനമുണ്ടായിരുന്നു. അത്തരമൊരു കണ്ടെത്തലുണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്. ഈ നടിയെ ഉൾപ്പെടെ ഇന്ന് അന്വേഷണ സംഘം വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്, മൊഴി എടുത്തിട്ടുണ്ട്. രാഹുൽ തന്റെ സുഹൃത്ത് മാത്രമാണ്, ആ നിലയിലാണ് വാഹനം നൽകിയത് എന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും 1 മാസം മുൻപ് പരിപാടിക്ക് എത്തിയതാണ്. അതായത് ഈ നടി പാലക്കാട് എത്തുന്നത് 1 മാസം മുൻപാണ്. 1 മാസം മുൻപ് പാലക്കാട് എത്തിയ നടിയുടെ കാറ് എങ്ങനെ 1 മാസം കഴിയുമ്പോഴും പാലക്കാട് തുടരുന്നു? ആരുടെ സംരക്ഷണയിലായിരുന്നു? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട്. രാഹുലിന് ഇപ്പോഴും കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളുടെ സഹായമുണ്ട് എന്ന അഭ്യൂഹങ്ങളുണ്ട്. ഒപ്പം തന്നെ കർണാടകയിലും രാഹുൽ ഇത്തരത്തിൽ സഹായികളുണ്ട് എന്ന് പോലീസിനും അന്വേഷണ സംഘവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് രാഹുൽ പിന്നീട് കുഴൽമന്ദം ഭാഗത്തിലൂടെയാണ് ഈ അതിർത്തി കടക്കുന്നത്. അതിൽ തന്നെ ഈ ചുവന്ന കാറിലേക്ക് മാറി പിന്നീട് CCTV ക്യാമറകൾ ഇല്ലാത്ത മേഖലയിലൂടെയാണ് പോയിരിക്കുന്നത്. അതിനുശേഷം CCTV ഇല്ലാത്തൊരു പ്രദേശത്ത് തന്നെ ഈ ചുവന്ന കാർ ഉപേക്ഷിക്കുന്നു. പിന്നീട് മറ്റൊരു കാറിൽ കയറി യാത്ര തുടരുന്നു. ബാംഗ്ലൂരിൽ എത്തിയതിനു ശേഷവും കാറുകൾ മാറി മാറിയാണ് രാഹുൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി കർണാടക ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് ആളുകളുടെ സഹായം, ആരുടെയൊക്കെയോ സഹായം രാഹുലിന് കൃത്യമായി ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അടുത്ത് വരെ എത്തിയ പോലീസ് പക്ഷേ രാഹുലിന്റെ കാറിൽ നിന്ന് ഉൾപ്പെടെ ഒരാൾ ഇറങ്ങി ഓടിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതാര് എന്നതുൾപ്പെടെ ഇനി അന്വേഷണ സംഘം കണ്ടെത്തും. അങ്ങനെയുള്ള ഒരു എന്തായാലും വ്യാപകമായ ഒരു തെരച്ചിലാണ്. അതേസമയം പാലക്കാടും ഒരു രഹസ്യ സ്വഭാവത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റൊന്ന്, രാഹുലിനെതിരെ ഉയർന്നു വന്ന 2ാമത്തെ പരാതിയാണ്. ഇതിൽ ഈ യുവതിയുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് എവിടെയും പരാമർശമുണ്ടായിരുന്നില്ല. പക്ഷേ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു യുവതിയാണ്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു യുവതി, കേരളത്തിന് പുറത്ത് ഇപ്പോൾ താമസിക്കുന്ന ഒരു യുവതി എന്നതാണ് നിഗമനം. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. യുവതി പരാതി നൽകുകയാണെങ്കിൽ അതുകൂടി പോലീസ് അന്വേഷിക്കും, അതിൽ കൂടി കേസെടുക്കും എന്നതാണ് സാഹചര്യം. എന്തായാലും രാഹുലിനെതിരെ നിലപാട് കടുപ്പിച്ച് ഇപ്പോൾ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുലിനെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നതാണ് ഇപ്പോൾ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പുകഞ്ഞ കൊള്ളിയെ പിന്തുണയ്ക്കുന്നവരും പുറത്ത് എന്നടക്കമുള്ള കാര്യങ്ങൾ, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളടക്കം രൂക്ഷമായ പ്രതികരണം കെ മുരളീധരൻ. എന്തായാലും ഈ 7ാം നാൾ ഒളിവിലാണ് ഒരു MLA. പോലീസിന് കാര്യമായി എന്തെങ്കിലും ലീഡുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ചുവന്ന കാറ്, ചുവന്ന പോളോ കാറ്, പാലക്കാട് വഴി പൊള്ളാച്ചി, അല്ലെങ്കിൽ കർണാടക, കെമ്പഗൌഡ, അനക്കല എന്ന് പറയുന്ന സ്ഥലം, ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കേൾക്കുന്നതല്ലാതെ ഇപ്പോഴും അതിലപ്പുറം പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി എവിടെയുണ്ട് എന്നതിനെ എന്തെങ്കിലും ലീഡുണ്ടോ എന്ന കാര്യം അറിയില്ല. 7ാം നാളും MLA ഒളിവിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.